ഹലോ, ഞാനന്ന് പെരുമ്പുഴയിലെ വീഡിയോ ചെയ്തപ്പോൾ എനിക്കതിനകത്ത് കുറച്ച് കാര്യം കൂടെ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല. ദേ ഇവിടെയാണ് എൻ്റെ പപ്പയും അമ്മയും അനിയനും ഇപ്പോൾ അമ്മാമ്മയും താമസിക്കുന്നത്. ഈ വീട് വെച്ചിട്ട് ഏതാണ്ട് ഒരു 12 വർഷമായി. ഇനി നിങ്ങളെ ഞാൻ വേറൊരിടത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ. എവിടെയാണെന്നല്ലേ, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോക്കകത്ത് കാണിക്കുന്ന സെയിം വഴി തന്നെയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോയതും ഞങ്ങൾ പോകുന്നതും വരുന്നതും ഒക്കെ ഈ വഴിയായിരുന്നു. എനിക്ക് ഇപ്പം താമസിക്കുന്ന വീടിനേക്കാളിലും അറ്റാച്ച്മെൻറ്റ് കൂടുതലും ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ആ വളർന്ന് വന്ന ആ ഒരു സ്ഥലം അത് നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ഒരു വഴി ഞാനന്ന് ആ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ എന്നെ പപ്പ പണ്ട് സൈക്കിൾ പഠിപ്പിച്ചതും ഒക്കെ. എല്ലാം ഇവിടെയായിരുന്നു കേട്ടോ. ഞങ്ങളെ എന്താ പറയുക, എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഇവിടെ ആകെ 4-5 വീടുകളേ ഉള്ളൂ. ഒരു കാരണവശാൽ ഞങ്ങൾക്ക് ആ വീട് പപ്പയ്ക്ക് അത് കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. ഇതാണ് ആ വീട്. ഇപ്പോൾ വേറെ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. ഇത് പണ്ട് അമ്മാമ്മ വെച്ചൊരു മാവൻ തൈയായിരുന്നു കേട്ടോ. അത് വളർന്ന് നിറയെ മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു പേര, അത് ചെറുതായിരുന്നു കേട്ടോ, ഇപ്പോൾ അത് വലിയ മരമായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വീടിൻ്റെ ബാക്ക് വശത്തോട്ടൊക്കെ പോയപ്പോൾ ആ സ്റ്റെയറൊക്കെ അവർ മാറ്റി. ഇപ്പോൾ വേറെ സൈഡിലൊക്കെയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്, സ്റ്റെയറൊക്കെ. അപ്പോൾ അവിടുത്തെ മോള് അവിടുത്തെ ഒരു പൂച്ചേനെ എടുത്തിട്ടുണ്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് ചാടിപ്പോയി അവളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ പോയത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സുദർശന മാമൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. സുദർശന മാമനെ ജലജി ആൻറ്റി, മാമൻ്റെ 2 മക്കളുണ്ട്, കിച്ചി സച്ചി. ഇതാണ് കേട്ടോ സുദർശന മാമൻ. മാമന് നല്ല സ്നേഹമാണ്. മാമന് മാത്രമല്ല, ജലജി ആൻറ്റിക്കും ഒക്കെ. ഇതവിടുത്തെ അമ്മാമ്മയാണ് കേട്ടോ. അമ്മാമ്മേനെയൊക്കെ കണ്ടിട്ട് ഞാൻ വർഷങ്ങളായിരുന്നു. ഇതാണ് കിച്ചിക്കുട്ടി. കിച്ചീൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. 2 പേരും പുറത്താണ്. അപ്പോൾ അവളവിടെ വർക്ക് ചെയ്യാണ്, അവളും ഹസ്ബൻഡും. അങ്ങനെ ഞങ്ങൾ ഇതേ ചെന്നപ്പോൾ ജലജി ആൻറ്റി കുടിക്കാനായിട്ട് നാരങ്ങവെള്ളവും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ജലജി ആൻറ്റിയും സച്ചിയും, എനിക്കിവരുടെ 2 പേരുടെ പേര് സച്ചിയും കിച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ പോകും കേട്ടോ. പണ്ട് കിച്ചി, ഞാൻ, സച്ചി, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ഉമ്മിണിത്ത, ഞങ്ങളെല്ലാവരും ആയിരുന്നു ഇങ്ങനെ പിള്ളേർ സെറ്റ്. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് ഇവിടുത്തെ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാമനായിട്ട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. മാമൻ ആർമിയിലായിരുന്നു കേട്ടോ. ഇതാണ് കിച്ചിക്കുട്ടി. കിച്ചിയുടെ കല്യാണ ആൽബം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കല്യാണത്തിന് എനിക്ക് വരാനും പറ്റിയിട്ടില്ലായിരുന്നു. കോവിഡിൻ്റെ ഒരു ടൈമിലായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ കുറേ ആൽബമൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് അതിനകത്ത് അമ്മയും സുയിത്തും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് ഇരുട്ടി. അങ്ങനെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഉമ്മണത്തയുടെ വീട്ടിൽ കയറി. അവിടെ കുഞ്ഞാവേനെയൊക്കെ കണ്ട് നേരെ നമ്മൾ അരുണണ്ണൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ. അവിടെ അരുണണ്ണൻ മരിച്ചുപോയി. 12 വർഷമായെന്ന് തോന്നുന്നു അരുണണ്ണൻ ഇപ്പം മരിച്ചിട്ട്. ശരത്തണ്ണൻ ഉണ്ടായിരുന്നു. ശരത്തണ്ണൻ്റെ 2 മക്കളാണ് കേട്ടോ ഇത്, വത്സലാമ. ശരിക്കും എനിക്ക് ഇവിടെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെയുള്ള എല്ലാവർക്കും സുദർശന മാമൻ, ജലജി ആൻറ്റി, ഷീല ആൻറ്റി, വത്സലാമ്മ, ആ പഴയ സ്നേഹം തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇവിടെയാണ്. എൻ്റെ കുട്ടിക്കാലം, പിന്നെ ഞാൻ പഠിച്ചിരുന്നൊരു സമയം, എൻ്റെ കല്യാണം എല്ലാം ഇവിടെയായിരുന്നു. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നാളെ കാണാം. ബായ്.